ഇന്ന് നമുക്ക് CorelDrawയിൽ PrintMerge പരിചയപ്പെടാം. PrintMerge ഉപയോഗിച്ച് ഒരുപാട് ID കാർഡുകൾ ഒരേ ഡിസൈനിൽ തന്നെയുള്ള പേര് ഡീറ്റെയിൽസൊക്കെ മാത്രം മാറുന്ന ID കാർഡുകൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും PrintMerge വെച്ച്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, ഒരേ സർട്ടിഫിക്കറ്റിന് തന്നെ പല പേരുകൾ മാറി മാറി വരുന്നതാണെങ്കിൽ നമുക്ക് ഈ PrintMerge ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബിൽ ബുക്കിൻ്റെയൊക്കെ ആണെങ്കിൽ സീരിയൽ നമ്പർ ഇടാം. അതുപോലെ കൂപ്പണ്, സംഭാവന കൂപ്പണോ സമ്മാന കൂപ്പണോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൗണ്ടർ ഫോയിലും ലീഫിലുമുള്ള നമ്പരൊക്കെ ഇടുന്നതിന് നമുക്കിതിൻ്റെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പറിങ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു കൂപ്പൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്പറെന്ന് ടൈപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എക്സൽ ഷീറ്റിൽ പോയിട്ട് സീരിയൽ നമ്പർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഈ A1 എന്നുള്ള കോളത്തിൽ നമ്മൾ ഹെഡിങ് ആണ് കൊടുക്കണം. അത് എന്ത് പേരോ അക്ഷരമോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്കിപ്പം നമ്പറെന്ന് കൊടുക്കാം. അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിൽ നമുക്ക് 1 കൊടുക്കണം. അതിൻ്റെ ആ കോളം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ റൈറ്റ് സൈഡിൽ താഴത്തെ മൂലയ്ക്കുള്ള ചെറിയ ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്ത് നമ്മൾ 101ാമത്തെ കോളം വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് 100 നമ്പർ കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് അക്കങ്ങളുടെ എല്ലാം എണ്ണം മാറ്റമുണ്ട്. ഏറ്റവും ലാസ്റ്റത് 100 മാത്രം 3 അക്കവും, പിന്നെ അതിൻ്റെ താഴേക്ക് കുറച്ചെണ്ണം 2 അക്കം, 1 മുതൽ 9 വരെയുള്ളത് ഒറ്റ അക്കമേ ഉള്ളൂ. നമുക്കത് എല്ലാം 3 അക്കമാക്കി എടുക്കാം. അതായത് 1ൻ്റെ മുമ്പിലാണെങ്കിൽ 2 0 ചേർത്ത് കഴിയുമ്പോഴത്തേക്കും 3 അക്കമായി കിട്ടും. ആ കോളത്തിൽ നമ്പർ ഫുള്ള് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽസ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ടാബിൻ്റെ അകത്ത് ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞ ടാബിൽ ഏറ്റവും താഴത്തെ കസ്റ്റം സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് റൈറ്റ് സൈഡിൽ മുകളിൽ സാമ്പിൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ടൈപ്പ് എന്നുള്ളത് 0 കിടപ്പുണ്ട്. ആ 0യോട് ചേർന്ന് തന്നെ നമുക്ക് 2 0 കൂടി ടൈപ്പ് ചെയ്യാം. അപ്പോൾ മുകളിലെ നമ്പർ സാമ്പിൾ എന്ന് പറഞ്ഞ് കിടക്കുന്നത് 001ലേക്ക് മാറുന്ന കാണാം. ഇനി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എല്ലാ നമ്പരും 3 അക്കമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് സേവ് ചെയ്യാം. ഇനി നമുക്കിത് PrintMerge ചെയ്യാൻ പാകത്തിന് സേവാസ് കൊടുക്കുമ്പം ഫയൽ നെയിമിൻ്റെ തൊട്ട് താഴെയുള്ള സേവാസ് ടൈപ്പിൻ്റെ അകത്ത് നമ്മൾ ടെക്സ്റ്റ് ടാബ് ഡെലിമിറ്റഡ് സെലക്ട് ചെയ്യുക. കോറലിൽ ടോപ്പിൽ കിടക്കുന്ന ഐക്കണിൻ്റെ കൂട്ടത്തിൽ ക്രിയേറ്റ് ബാർ ലോഡ് എന്ന് വെച്ചാലുണ്ട്, അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫയൽ മെനുവിൽ PrintMergeൽ ക്രിയേറ്റ് ബാർ ലോഡ് മെർജ് ഫീൽഡ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ PrintMerge വിസാർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇമ്പോർട്ട് ടെക്സ്റ്റ്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ വിൻഡോയിൽ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കത് ടെക്സ്റ്റ് ആക്കണം. ഫയൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്പർ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്പർ എന്ന് പറഞ്ഞ ഫീൽഡ് ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് മാറ്റാം. ഇനി നമുക്കിവിടെ നമ്പറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടുത്ത നമ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലുള്ള മെർജ് ടു ന്യൂ ഡോക്യുമെൻ്റ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്യുക. 100 പേജ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. 100 പേജിലും 1 തൊട്ട് 100 വരെ നമ്പരും വന്നിട്ടുണ്ട്. ഇനി ഇത് PDF ആക്കി എക്സ്പോർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള സിംഗിൾ PDF ഫയലുകൾ എങ്ങനെ ഒരു ലേസറിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള സൈസിലേക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവർ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതേ കൂപ്പൺ തന്നെ ഒരു ലേസറിൻ്റെ സൈസിലേക്ക് സെറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെ നമ്പറിങ് കൊടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള പോർഷൻ നമ്മൾ ഒരു 180 ഡിഗ്രി തിരിച്ചിടുവാണ്. ഇത് നമ്മൾ 180 ഡിഗ്രി തിരിച്ചിടുവാണെങ്കിൽ 2 സൈഡിലും കൗണ്ടർ ഫോയിലിൻ്റെ ഭാഗത്ത് നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കവിടെ തുന്നോ അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ആവശ്യത്തിന് സ്പേസ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഷീറ്റിൽ 8 ലീഫാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 500 ലീഫ് കൂപ്പൺ കിട്ടുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്.
അതുകൊണ്ട് 63 ഷീറ്റ് വരുന്ന രീതിയിൽ വേണം ഈ നമ്പറിങ് സെറ്റ് ചെയ്യാൻ. നമുക്കതങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കവിടെ 8 ലീഫ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ 8 കോളം വേണം. 8 കോളത്തിലും 63 നമ്പർ വെച്ച് വരും. നമ്മളിവിടെ ഏറ്റവും കുഞ്ഞ കോളത്തിൽ 1 അടിക്കുന്നു. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആ താഴത്തെ ഡോട്ട് പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് 64ാമത്തെ കോളത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് 63 നമ്പരാകും. ഇനി B2 എന്ന കോളത്തിലേക്ക് നമുക്ക് വരാം. അവിടെ A2 + 63 അടിച്ചു കൊടുക്കുക. വീണ്ടും പഴയ പോലെ നമുക്ക് താഴത്തെ ഡോട്ട് പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. താഴെ വന്നു കഴിയുമ്പം നമ്മൾ ആ ഡോട്ടിൽ തന്നെ പിടിച്ചിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യും. ഇപ്പോൾ ഫുൾ നമ്പർ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പഴയ പോലെ തന്നെ നമ്മൾ സേവ് ആസ് കൊടുത്ത് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുന്നു. വീണ്ടും പഴയ പോലെ തന്നെ നമ്മൾ പ്രിൻ്റ്മെർജ് ഉപയോഗിച്ച് ആ ഫയൽ ഇമ്പോർട്ട് ചെയ്തെടുക്കും. ആദ്യം നമുക്കിവിടെ ഫീൽഡിൽ A സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് B സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് പഴയതിൻ്റെ അതേ പ്രോപ്പർട്ടീസ് കിട്ടാനായിട്ട് എഡിറ്റ് മെനുവിൽ കോപ്പി പ്രോപ്പർട്ടീസ് ഫ്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു വിൻഡോ നമുക്ക് ഓപ്പണായി കിട്ടും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 4 ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തു. അതിനുശേഷം മൗസ് പോയിൻ്റർ കാണിക്കാം. മൗസ് പോയിൻ്റർ നേരെ കൊണ്ടുപോയി നമുക്ക് എയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യണം. എയുടെ അതേ പ്രോപ്പർട്ടീസ് എല്ലാം ബിക്ക് കിട്ടിയിട്ടുണ്ട്. ബോൾഡ് മാത്രം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ആ ബോൾഡ് മാത്രം നമ്മൾ അഡീഷനിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബിയും എയും ഒരേ പ്രോപ്പർട്ടീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എ സെറ്റ് ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇനി സിയും ഡിയും ആഡ് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്യണം. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന അടുത്ത 4 കൂപ്പൺ നമ്മൾ 180 ഡിഗ്രി തിരിച്ചിട്ടേക്കുക. അത് നമ്മൾ വീണ്ടും തിരിച്ച് നേരെയാക്കിയിടും. ഇനി ബാക്കിയുള്ള ഫീൽഡ് കൂടെ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൈറ്റ് സൈഡ് കിടക്കുന്ന 4 കൂപ്പണുകൾ തിരിച്ച് 180 ഡിഗ്രി തിരിച്ചിടണം. ഇനി നമുക്ക് മെർജ് ടു ന്യൂ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ 63 ഷീറ്റും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻ്റ് മെർജ് വെച്ച് സർട്ടിഫിക്കറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റിനകത്തിപ്പോൾ ഞാൻ പേര് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ അത് എത്ര ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു സാമ്പിൾ എക്സൽ ഡാറ്റ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഈ എക്സൽ ഷീറ്റിൻ്റെ അകത്ത് ഒരുപാട് ഡാറ്റ ഉള്ളതാണ്. നമ്മളിതിനകത്ത് നെയിം മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ടെക്സ്റ്റ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകണം. പ്രിൻ്റ് മെർജ് ഉപയോഗിച്ച് ആ ഫയൽ ഇമ്പോർട്ട് ചെയ്തെടുക്കും. ഈ ഫയലിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും രണ്ടും രണ്ടായിട്ടാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ഇമ്പോർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഫീൽഡ് ഓപ്പൺ ചെയ്തിട്ട് അത് ടെക്സ്റ്റിലേക്ക് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സ്പേസ് കൊടുത്തിട്ട് അടുത്ത ഫീൽഡ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ഒരൊറ്റ ടെക്സ്റ്റായിട്ട് വരും. നമുക്കത് കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് നോക്കാം. ഈ 2 ഫീൽഡും ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 ഫീൽഡും ആഡ് ചെയ്തിട്ട് രണ്ടും ചേർത്ത് വെച്ചാൽ പോരാ. ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തുള്ള അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് അത് സ്പേസിൽ വ്യത്യാസം വരുന്നതാണ്. ചിലപ്പോൾ കൂടി ചേർന്ന് പോകും, അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വരും. ഇനി നമുക്ക് മെർജ് ടു ന്യൂ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. പ്രിൻ്റ് മെർജുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി.